മലയാളം കലണ്ടറിലെ 14ാമത്തെ നക്ഷത്രമാണ് ചിത്തിര. ജ്യോതിശാസ്ത്രപരമായി ഇത് കന്യാരാശിയിലും തുലാം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ചിഹ്നം തിളങ്ങുന്ന മുത്തോ രത്നമോ ആണ് ചിത്തിരയുടെ ചിഹ്നം. ഇത് സൗന്ദര്യത്തെയും കലാപരമായ കഴിവിനെയും സൂചിപ്പിക്കുന്നു. ദേവത ശില്പിയായ വിശ്വകർമാവാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. അതിനാൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും കലകളിലും ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. ഗ്രഹം ചൊവ്വയാണ് അഥവാ മാർസാണ് ഈ നക്ഷത്രത്തിന്റെ ഭരണാധികാരി. ഇത് ഇവർക്ക് ഊർജ്ജസ്വലതയും തന്റേടവും നൽകുന്നു. വ്യക്തിത്വ സ്വഭാവങ്ങൾ സൗന്ദര്യബോധം വസ്ത്രധാരണത്തിലും രൂപത്തിലും വൃത്തിയും വെടിപ്പും ആഗ്രഹിക്കുന്നവരാണ് ചിത്തിര നക്ഷത്രക്കാർ. ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഇവർ. കലാപരമായ കഴിവ് ചിത്രരചന, ശില്പകല, ഡിസൈനിംഗ് തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട്. തന്റേടം സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്തവരാണ്. ആത്മവിശ്വാസവും ധൈര്യവും ഇവരുടെ പ്രത്യേകതയാണ്. ബുദ്ധിശക്തി കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും പ്രായോഗികമായി നടപ്പിലാക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ദോഷപരിഹാരങ്ങൾ ചിത്തിര നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ദശയോ അപഹാരമോ വരുമ്പോൾ താഴെ പറയുന്നവ ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സുബ്രഹ്മണ്യ ഭജനം ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മൃഗം പുലി. വൃക്ഷം കൂവളം. കൂവളം നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ഉത്തമമാണ്. പക്ഷി കാക്കപ്പൊന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ജ്യോതിഷമെന്നത് ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പൊതുവായ ഗുണങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ചിത്തിര നക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള ചില വിവരങ്ങൾ താഴെ നൽകുന്നു. ഇത് ഈ നക്ഷത്രക്കാരുടെ തൊഴിൽ, കുടുംബം, ആരോഗ്യമേഖലകളെ സംബന്ധിച്ചുള്ള പൊതുവായ നിരീക്ഷണങ്ങളാണ്. 1. രാശിവിഭജനം. ചിത്തിര നക്ഷത്രം 2 രാശികളിലായിട്ടാണ് വരുന്നത്. ഇത് ഈ നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ നേരിയ വ്യത്യാസങ്ങളുണ്ടാക്കാം. കന്നിരാശി ആദ്യ പകുതി. ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിരാശിയിൽ വരുന്നു. ഇവർ കൂടുതൽ ബുദ്ധിശാലികളും കണക്കുകൂട്ടലുകളിൽ താൽപ്പര്യമുള്ളവരും സംസാരത്തിൽ മിതത്വം പാലിക്കുന്നവരുമായിരിക്കും. തുലാം രാശി 2ാം പകുതി. അവസാനത്തെ 2 പാദങ്ങൾ തുലാം രാശിയിൽ വരുന്നു. ഇവർ കൂടുതൽ സാമൂഹിക ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവരും സൗന്ദര്യാരാധകരും നീതിബോധമുള്ളവരുമായിരിക്കും. 2. തൊഴിൽ മേഖലകൾ. സർഗാത്മകതയും സാങ്കേതികതയും ഒത്തുചേരുന്ന മേഖലകളിൽ ചിത്തിര നക്ഷത്രക്കാർ തിളങ്ങാറുണ്ട്. ഡിസൈനിംഗ് ആൻഡ് ആർക്കിടെക്ചർ. വിശ്വകർമാവ് അധിപനായതിനാൽ കെട്ടിട നിർമ്മാണം, ഇന്റീരിയർ ഡിസൈനിംഗ്, ഫാഷൻ ഡിസൈനിംഗ് എന്നിവയിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. മാധ്യമം ആൻഡ് കല. അഭിനയം, സിനിമ, ചിത്രരചന, സംഗീതം തുടങ്ങിയ മേഖലകൾ ഇവർക്ക് ഇണങ്ങുന്നതാണ്. സാങ്കേതിക മേഖല. എഞ്ചിനീയറിംഗ്, സർജറി, മെക്കാനിക്സ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇവർക്ക് സ്വാഭാവികമായ കഴിവുണ്ടാകും. നിയമം. നീതിക്ക് വേണ്ടി സംസാരിക്കാനുള്ള കഴിവ് ഇവരെ നല്ല വക്കീലന്മാരോ ജഡ്ജിമാരോ ആക്കി മാറ്റാം. 3. കുടുംബജീവിതം. പൊതുവെ സ്നേഹമുള്ളവരാണെങ്കിലും സ്വന്തം സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും ഇടപെടുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. പങ്കാളിയുമായി ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും കുടുംബത്തിനു വേണ്ടി എന്തും സഹിക്കാൻ ഇവർ തയ്യാറാകും. മാതാപിതാക്കളോട് ഇവർക്ക് പ്രത്യേകമായ കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കും. 4. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെല്ലുവിളികൾ. പെട്ടെന്നുള്ള ദേഷ്യം. ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഇത് നിയന്ത്രിക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കും. വിമർശനം. മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാം. ഇത് ചിലപ്പോൾ ശത്രുക്കളെ ഉണ്ടാക്കാൻ കാരണമായേക്കാം. ആരോഗ്യം. ഉദരസംബന്ധമായ അസുഖങ്ങൾ, വൃക്കരോഗങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുന്നതും ഭക്ഷണക്രമം ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. 5. മറ്റു വിവരങ്ങൾ. നക്ഷത്രമൃഗം പുലി. ശൗര്യത്തെയും വേഗതയെയും സൂചിപ്പിക്കുന്നു. നക്ഷത്രപക്ഷി കാക്കപ്പൊന്ന്. നക്ഷത്രവൃക്ഷം കൂവളം. ശിവക്ഷേത്രങ്ങളിൽ പ്രധാനമായ കൂവളം വെച്ചുപിടിപ്പിക്കുന്നത് ഇവർക്ക് ഐശ്വര്യദായകമാണ്. ഗണം അസുരഗണം. യോനി പുലി. ചിത്തിര നക്ഷത്രക്കാർക്ക് ചൊവ്വ, ശനി, രാഹു എന്നീ ദശാകാലങ്ങളിൽ പൊതുവെ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ജ്യോതിഷപരമായ പ്രത്യേകതകൾ. നക്ഷത്രദേവത വിശ്വകർമാവ്. പ്രപഞ്ചത്തിന്റെ ശില്പിയായ വിശ്വകർമാവ് അധിപനായതിനാൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ശൂന്യതയിൽ നിന്ന് മനോഹരമായ എന്തെങ്കിലും നിർമ്മിക്കാനുള്ള കഴിവുണ്ടാകും.
പഴയ കാര്യങ്ങളെ പുതുക്കിപ്പണിയുന്നതിലും ഇവർ വിദഗ്ധരാണ്. നിഗൂഢത. ഈ നക്ഷത്രത്തെ പലപ്പോഴും മറഞ്ഞിരിക്കുന്ന രത്നം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്.